പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിച്ച് കൂദാശകൾ സ്വീകരിക്കുന്നതിന് പിന്നിലെ നമ്മുടെ വിശ്വാസം എന്താണ്? അതൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മളതൊരു ബിബ്ലിക്കൽ ട്രഡീഷൻ ആയതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അതായത് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ ചില കാര്യങ്ങൾ തിരുത്തുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, സ്ത്രീകൾ അവരുടെ മുടി മറയ്ക്കണം, അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭക്തിയുടെ അടയാളമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് കൂടുതൽ മുടിയുള്ളതുകൊണ്ടാകട്ടോ. ഞങ്ങൾ ഇനി എന്നാ മറയ്ക്കാനാ, അതേ കഷണ്ടിയാ. അപ്പൊ അതുകൊണ്ടാണ് ഇനി ആണുങ്ങൾ നിങ്ങളെപ്പോലെ മുടിയും വളർത്തി വരുന്നവന്മാരൊക്കെ എൻ്റെ ആഗ്രഹം അവന്മാരും കൂടെ ഇത് ഒരു തുണിയിട്ട് മറയ്ക്കണമെന്നാണ്. പക്ഷേ അവർ മറയ്ക്കുന്നില്ല. യഥാർത്ഥത്തിൽ 1917 വരെ ലാറ്റിൻ കാനൻ ലോയിൽ സ്ത്രീകളെല്ലാം മുടി മറച്ച് ശിരോവസ്ത്രം ഉപയോഗിക്കണമെന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷെ 1983 ആയപ്പോഴത്തേക്ക് അവരത് എടുത്ത് കളഞ്ഞു. കാലം മാറി, ചിന്തകൾ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് കളഞ്ഞു. എങ്കിലും നമ്മുടെ പരമ്പരാഗത സമൂഹങ്ങളിലെല്ലാം നമ്മൾ ഇപ്പോഴും അത് പാലിക്കുന്നുണ്ട്. പെൺകുട്ടികൾ അതിനെ ഇഷ്ടപ്പെടാതിരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്. മന്ത്രകോടിയെങ്കിലും ശിരസിലൂടെ ഒന്ന് അണിയിക്കുന്നത് അർത്ഥപൂർണമാണ്, വളരെ അർത്ഥപൂർണമായിട്ടുള്ളൊരു കാര്യമാണത്. അതുടനെ ഇതുങ്ങൾ എന്നെ എടുക്കുന്നറിയാം, മനഃപൂർവ്വം ഇതുങ്ങൾ മാറ്റി ഇങ്ങനെ മുടി കാണിക്കത്തക്ക രീതിയിൽ ഇടുന്നത് കാണാം. ഇനി നിങ്ങൾ വിചാരിച്ചേക്കരുത് പുരുഷന്മാരാരും മുടി മറയ്ക്കുന്നില്ലെന്ന്. നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ മറയ്ക്കുന്നില്ലേ? ഒരു കുഞ്ഞൊരു തൊപ്പി വെച്ച് ശിരസ് മറയ്ക്കുന്നുണ്ട്. ലാറ്റിൻ പിതാക്കന്മാരെല്ലാവരും അത് ചെയ്യാറുണ്ട്. മലങ്കര പിതാക്കന്മാർ ചെയ്യാറുണ്ട്. മെത്രാന്മാരെല്ലാം മുടി മറയ്ക്കുന്നുണ്ട്. അപ്പോ ഇത് സ്ത്രീകളോടുള്ള വിവേചനമായിട്ടൊന്നും നിങ്ങൾ കരുതിയേക്കരുത്.